സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ പ്രിൻസിപ്പളായ ശ്രീ ഡിൻഡോ KP നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഡിൻഡോ, ഈ ഇത് കുട്ടികൾ സ്ഥിരമായി ആലപിക്കാറുള്ള ഒരു ഗാനമാണ്. ഇത് ഗണഗീതമായോ മറ്റോ അല്ല കാണേണ്ടത്, ഇതൊരു ദേശഭക്തി ഗാനമായി മാത്രം കണ്ടാൽ മതി എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഇങ്ങനെ ഒരു പാട്ട് അവിടെ സ്വാഭാവികമായി കുട്ടികൾ പാടിയതാണോ? ഇത് ഏത് ജോണലിൽ പെടുന്ന ഗാനമാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ നടന്ന വന്ദേ ഭാരതിൻ്റെ ബാംഗ്ലൂർ എറണാകുളം ട്രിപ്പിൻ്റെ ആദ്യത്തെ ജേർണിയിൽ നമ്മുടെ എറണാകുളത്തെ 5 വിദ്യാലയങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിലൊന്ന് സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എളമക്കരയായിരുന്നു. കുട്ടികളുടെ ട്രെയിനിലെ കുട്ടികളും അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ യൂട്യൂബിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്, ആളുകൾ ഡാൻസ് കളിക്കുന്നു ഒക്കെ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാകാം ഏതോ ഒരു ചാനലാണോ ലോക്കൽ ഇതാണോ എന്ന് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ, അവരോട് വന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. ഓഫ് കോഴ്സ് വന്ദേ ഭാരതാണ്, അപ്പോൾ കുട്ടികൾ വന്ദേ മാതരം എന്നുള്ള ദേശഭക്തിഗാനം ചൊല്ലി. എന്നാൽ ഈ റിപ്പോർട്ടർ അവരോട് വീണ്ടും ചോദിക്കുകയാണ്, ഒരു മലയാളം പാട്ട് പാടാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ചൊല്ലിയൊരു പാട്ടാണ് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ലൈന്. അത് കുട്ടികൾ അവിടെ റെയിൽവേ ട്വീറ്റ് ചെയ്തതിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്: പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ഇതിലെവിടെയാണ് നമ്മൾ വർഗീയത എന്ന് നമ്മുടെ ഇപ്പോൾ എനിക്ക് മുമ്പ് നിങ്ങൾ ട്വീറ്റ് ചെയ്ത ആളുകൾ സംസാരിക്കുന്നത് എനിക്ക് കണ്ടിട്ടില്ല. കാരണം ഇത് ദേശഭക്തി ഗാനമാണത്. ഇതിനെ RSSകാർ ചൊല്ലിയോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖകളിൽ ചൊല്ലുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അവർ ചൊല്ലുന്നുണ്ടാവും, അവർ ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിദ്യാലയത്തിൽ ഇതിനെ ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാലയത്തിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാനത് വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്ഷമിക്കുക, നമ്മുടെ കുട്ടികൾ, അവിടുത്തെ കുട്ടികൾ ഇത് ഈ ഗാനം ചൊല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രശ്നമാക്കിയിരുന്നു. സെയിമാണ്, അവർക്കെങ്ങനെ കിട്ടി? അത് ഈ RSS റൺ ചെയ്യുന്ന സ്കൂളാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ അത്ര കാണാവുള്ളൂ. ഇത് കുട്ടികളോ റെയിൽവേയോ ആരും പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, ആരും ഇവരെ പഠിപ്പിച്ച് വിട്ടിട്ടുമില്ല. പക്ഷെ ഈ ഒരു ദേശഭക്തി ഗാനം പല സ്റ്റേജുകളിലും പലയിടത്തും ചൊല്ലാറുണ്ട്. നമ്മുടെ സ്കൂളിലും ചൊല്ലാറുണ്ട്. കുട്ടികളെ ഇത് ചൊല്ലാൻ ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്.